മലപ്പുറത്തു നിന്നും ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇതിനേക്ക് നമുക്ക് ഒരു തരത്തിലും എന്താ ഇത് വിശേഷണം ഈ പറയാൻ കഴിയാത്ത, വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു ദുരന്തമാണ്. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു അപകടം. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 9 ആംബുലൻസുകളിലായിട്ടാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? പൊതുദർശനം എങ്ങനെയാണ്? സംസ്കാര ചടങ്ങുകൾ എവിടെയാണ്? രാജേഷ്, പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ 9 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെക്കുന്നത്. എനിക്ക് പിറകിലായി കാണാൻ സാധിക്കും 9 സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും സംസ്കാരങ്ങൾ നടക്കുന്നത് അബ്ദുൾ മജീദ്, അധ്യാപകനും അബ്ദുൾ മജീദും അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കിയ, ഇവരുടെ സംസ്കാരം നടക്കുന്നത് പാങ് മട്ടാങ്ങാത്ത് ജുമാ മസ്ജിദിലാണ്. റംല എന്ന് പറയുന്ന അധ്യാപിക, അതേപോലെ തന്നെ സാജിദ എന്ന് പറയുന്ന പാചക തൊഴിലാളി, ഒപ്പം തന്നെ ഷക്കീല എന്ന അധ്യാപക, ഇവരുടെ സംസ്കാരം നടക്കുന്നത് പാങ് വലിയ ജുമാ മസ്ജിദ് പള്ളിയിലാണ്. പ്രധാന അധ്യാപിക അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്താണ് നടക്കുക. അധ്യാപികയായ ആശയുടെ സംസ്കാരം കൊളത്തൂർ തറവാട്ട് വീട്ടിൽ നടക്കും. അധ്യാപികയായ സുഹറ, മകൻ ഹാഷിം എന്നിവരുടെ മൃതദേഹം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലാണ് നടക്കുന്നത്. എന്തായാലും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ, പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായി. നിരവധി നാട്ടുകാരെല്ലാം ഇവിടെ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരെല്ലാം ഇവിടെ എത്തുന്നു. വലിയ ഏറെ ദുഃഖത്തോടു കൂടിയാണ് നാട്ടുകാർ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസം വിനോദയാത്രയ്ക്കായി പോയ സംഘം, വളരെ ആഹ്ലാദത്തോട് പോയ ഒരു സംഘം തിരിച്ച് ഈ നാട്ടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. ഈ പാങ് സ്കൂൾ, GLP സ്കൂളിനോട് ചേർന്നുള്ള വിതരണങ്ങൾ ഈ 7 വീടുകളിലും നാട്ടുകാർ എത്തിയിട്ടുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ തൽക്കാലം അങ്ങോട്ട് പോകേണ്ട, ദുഃഖത്തിൽ പങ്കാളികളാണ്, പൊതുദർശനത്തിൻ്റെ അവിടെ മാത്രം മതി എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. നാട്ടുകൾ വളരെ ദുഃഖത്തിലാണ്. അതുപോലെ തന്നെ വീടുകളിലേക്ക് എത്തേണ്ട എന്നൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ സംസ്കാര പൊതുദർശനം നടക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. നാട്ടുകാരും അതുപോലെ തന്നെ നേതാക്കളുമെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും 9 മണിയോടുകൂടി ഇവിടെ 9 മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ എത്തും. ജില്ലാ ഭരണകൂടവും ഇവിടെ വേണ്ട ഒരുക്കങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവത്തിൽ നാട്ടുകാർ ആകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വളരെ ആഹ്ലാദത്തോടു കൂടി പുറപ്പെട്ട ഒരു യാത്ര ഇത്തരത്തിലൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് നാട്ടുകാർ ഒരുപക്ഷെ കരുതിയില്ല. എന്തായാലും നാട്ടുകാർ വളരെയധികം ദുഃഖത്തിലാണ്. രാജേഷ്, അരവിന്ദൻ, ആ സ്കൂളിൽ ഇനി അവശേഷിക്കുന്ന 3 അധ്യാപികമാരും ഒരു പിയൂണും മാത്രമാണ്. ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം, ആദരാഞ്ജലികൾ അർപ്പിക്കാം, അവരുടെ ആ ദുഃഖത്തിനൊപ്പം ചേരുന്നു. നമുക്ക് അവരുടെ വീടുകളിലേക്കോ ഒന്നും പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണല്ലോ. ഒരു നാടാകെ, ഒരു സ്കൂളാകെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് മറ്റുള്ളവർ ഇതിനെ ഉൾക്കൊള്ളുന്നത്? രാജേഷ്, തീർച്ചയായും നാട്ടുകാർ വളരെയധികം ദുഃഖത്തിലാണ്. വിഷു അവധി, ഒപ്പം തന്നെ വേനൽ അവധി, ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഈ വിദ്യാലയത്തിൽ നിന്ന് അധ്യാപകർ, ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വിനോദയാത്രയ്ക്ക് പോകാറുണ്ട്. ഈ മജീദ് മാഷ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത്തരം യാത്രകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാറ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ഈ കേൾവിയുമായി ബന്ധപ്പെട്ട് സ്വല്പം പ്രശ്നങ്ങളുള്ള അധ്യാപകനാണ്. അതിനാൽ തന്നെ നാട്ടുകാർ അതിനെല്ലാം കവച്ചിരിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിലും മുൻപോട്ട് നിൽക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ഈ മജീദ് മാഷ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കിയും ഇക്കാര്യങ്ങളെല്ലാം പങ്കാളികളായിരുന്നു. അതിനാൽ തന്നെ ഇവരെല്ലാം ഒരുമിച്ചാണ് ഇത്ര ഒരു യാത്രയ്ക്ക് പോയത്. നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട അധ്യാപകരായിരുന്നു ഇവർ. അതിനാൽ തന്നെ ഇത്തരത്തിൽ വളരെയേറെ ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. നാട്ടുകാരാകെ ദുഃഖത്തിലാണ്. ഇവിടെ ഒട്ടേറെ പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരോട് തന്നെ നമുക്ക് ഇക്കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് അറിയുന്നത്? എങ്ങനെയാണ് ഉൾക്കൊള്ളാനാവുന്നില്ല? എന്താ വെച്ചാൽ ഉൾക്കൊള്ളാനാവുന്നില്ല. ഈ പറഞ്ഞ അപകടത്തിൽ മരിച്ച സാജിദ പറഞ്ഞ കുട്ടി നമ്മളെ അടുത്ത ക്ലോസാണ്. അവരുടെ മകൻ നമ്മളെ അടുത്ത വീട് കൂടിയാണ്. പിന്നെ ഷക്കീല ഒക്കെ നമ്മളടുത്ത സുഹൃത്തുക്കൾ. വരുന്ന എല്ലാ ആളുകളും, ഈ ടീച്ചറും
മറ്റൊരു ടീച്ചർ മാത്രമേ പുറത്തുനിന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ബാക്കി എല്ലാ ആളുകളും നമ്മളെല്ലാ പരിചയക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നാട് നമ്മളും അതിൽ നിന്ന് മുക്തരായിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. ആണ് അത് രണ്ട് പേര് നമ്മളെ മാട്ടാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിലാണ്. പിന്നെ 3 പേര് നമ്മളടുത്തുള്ള പള്ളിപ്പറമ്പ് ജുമാ മസ്ജിദിലാണ്. ഒരാൾ ചന്തപ്പറമ്പിലും അങ്ങനെ എന്തോ ആണ്. എന്തായാലും രാജേഷ്, നാട്ടുകാർ വളരെയധികം ദുഃഖത്തിലാണ്. ഇവിടെ അവർക്കെല്ലാം പ്രിയങ്കരായ അധ്യാപകർ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അപകടത്തിൽപ്പെട്ട് ഇരിക്കുന്നു. പാചകത്തൊഴിലാളികളുടെ മകനും ഒപ്പം തന്നെ ഒരു അധ്യാപികയുടെ മകനും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. എന്തായാലും ആ ദുഃഖത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ചെയ്യുന്ന കാര്യം. എല്ലാ ആളുകളും ഇവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുകൂടിയിരിക്കുന്നു. 9 മണിയോട് തന്നെ മൃതദേഹം ഇവിടെ എത്തും. തീർച്ചയായിട്ടും അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാന അധ്യാപിക അജിത അടക്കം 9 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. രാവിലെ 6:15 പൊള്ളാച്ചിയിൽ നിന്ന് മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മലപ്പുറത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 9 ആംബുലൻസിലാണ് മൃതദേഹവുമായി എത്തുന്നത്. ഇന്ന് മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9 മണിയോടുകൂടി മൃതദേഹം എത്തുകയും തുടർന്ന് പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അരവിന്ദനാണ് തത്സമയം മലപ്പുറത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.